മണമകളെ മരുമകളെ വാ വാ. ഇങ്ങനൊരു പാട്ട് തമിഴിലുണ്ട്, പണ്ടിറങ്ങിയ പാട്ടാണ്. ആ പാട്ട് കല്യാണത്തിന് പാടാൻ പറ്റിയ ഒരു പാട്ട്, അന്ന് ഇറങ്ങിയ പാട്ട്. ഇപ്പോഴും എല്ലാ സ്റ്റേജിലും എല്ലാ കല്യാണത്തിനും ആളുകൾ പാടുന്നൊരു പാട്ട്. ഇതേപോലെ ഒരു പാട്ട് നമുക്കും ഉണ്ട്, നമുക്കും അതിന് അഭിമാനിക്കാം. ഒരു പാട്ട് വധൂവരന്മാരേ, അതിമനോഹരമായ പാട്ട്. സുശീലാമ്മ പാടിയതാണ്. ഇപ്പോഴും എല്ലാവരും കല്യാണത്തിന് ഗാനമേള ഉണ്ടെങ്കിൽ ആ പാട്ട് മസ്റ്റാണ്, അവർ ആവശ്യപ്പെടും. ആ പാട്ട് മസ്റ്റാണ്. അതിപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗാനം. അതിൻ്റെ തന്നെ പക്ഷേ ചിത്രത്തിലൊരു വേറൊരു വേർഷനും കൂടെ ഉണ്ട്, പാത്തോസിൻ്റെ ഒരു വേർഷനും കൂടെ ഉണ്ട്. കാളിന്തി തടത്തിലെ രാധ, ഭദ്രദീപം എന്ന ചിത്രത്തിലെ പാട്ട്. അത് പണ്ടത്തെ ചിത്രങ്ങളിലെ ഗാനങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. എടുത്തു നോക്കുകയാണെങ്കിൽ പുരാണത്തിലെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനുമായിട്ടും ആ പർട്ടിക്കുലർ സോങ്ങിനും ഒരു സിറ്റുവേഷൻ ആ സിനിമയിൽ ഉണ്ടായിരിക്കും. ഇപ്പം കാളിന്തി തടത്തിലെ രാധയാണ്, കണ്ണന്റെ കളിത്തോഴിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ രുക്മിണിയാണ് കല്യാണം സ്വയംവരം ചെയ്യുന്നത്. അതേപോലെ ഒരു സിറ്റുവേഷൻ ആ സിനിമയിലും ഉണ്ട്. കാളിന്തി തടത്തിലെ രാധ പറയുന്നത് തന്നെ ഒരു ഗാനോപഹാരത്തെ പറ്റിയാണ്. കണ്ണീരിലീറനായ പുഷ്പോപഹാരവുമായിട്ട് അവൾ പോകുന്നതാണ്, അവൾ പാടുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഒരു പാട്ട് നന്നാവണമെങ്കിൽ രചന, ആ പാട്ട് ആ കഥാസന്ദർഭത്തിൽ എങ്ങനെ അത് ഒരു മണ്ണിൽ നിന്നൊരു പൂ പോലെ ചെടി പോലെ എങ്ങനെ വളരുന്നു, അതിൻ്റെ സംഗീതം, ആലാപനം, അഭിനയം, ചിത്രീകരണം, ഇത്രയും കാര്യങ്ങൾ ഒരുമിക്കുമ്പോഴാണ് നന്നാവുന്നത്. കാളിന്തി തടത്തിലെ രാധ, കണ്ണന്റെ കളിത്തോഴി രാധ, ദ്വാരകാപുരിയിൽ രുക്മിണി സ്വയംവര ഗോപുരപന്തലി പോയി. ദ്വാരകാപുരിയിൽ രുക്മിണി സ്വയംവര ഗോപുരപന്തലി പോയി. കാളിന്തി തടത്തിലെ രാധ, കണ്ണന്റെ കളിത്തോഴി രാധ. ഒരു ഗാനരചയിതാവായി ജീവിതത്തിൽ അറിയപ്പെടണമെന്ന് എനിക്ക് മോഹമുണ്ടായത്, തുടക്കം തൊട്ടേ അങ്ങനെ മോഹമുണ്ടായെന്ന് ഞാൻ പറഞ്ഞു. വയലാറാണോ എൻ്റെ അച്ഛനാണ് അതിന് കാരണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ എന്തെങ്കിലും ആ മോഹം പൂവണിയുമെന്നൊന്നും എനിക്ക് വിചാരമൊന്നുമില്ല. ഞാനിങ്ങനെ എഴുതുന്നുണ്ട്. കാരണം 20 വയസ്സൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പ്രണയഗാനങ്ങൾ എഴുതാനൊരു പഞ്ഞമില്ല, എപ്പോഴും എഴുതാം. ഇപ്പോഴാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെയാണ് ഭദ്രദീപം എന്നുള്ള സിനിമയിൽ ഞാൻ ആദ്യമായിട്ടൊരു പാട്ട് കൂടെ എഴുതുന്നത്. പക്ഷേ എൻ്റെ പാട്ട് അതിനകത്തൊരു സാധാരണമായൊരു പാട്ടാണ്. മന്ദാരമണമുള്ള കാറ്റ്, ബാബുരാജിൻ്റെ ഈണത്തിൽ എഴുതി. മന്ദാരമണമുള്ള കാറ്റേ, നീയൊരു സന്ദേശവാഹകനല്ലേ. മന്ദാരമണമുള്ള കാറ്റേ, അനുരാഗദൂതിനു പോയി വരും അഭിരാമ രാജമരാളമല്ലേ. അനുരാഗദൂതിനു പോയി വരും അഭിരാമ രാജമരാളമല്ലേ. മന്ദാരമണമുള്ള കാറ്റേ, മന്ദാരമണമുള്ള കാറ്റേ. മഞ്ഞിൻ തേരേറി പാട്ട് കേൾക്കുമ്പോൾ തന്നെ അതിലുള്ള വരികൾ പോലെ തന്നെ നമുക്ക് കുളിരിന് അങ്ങനെ തോന്നും. അതായത് പാട്ട് കേട്ടിട്ട് വിഷ്വല് കാണാണ്ട പാട്ട് കേൾക്കുക മാത്രമാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് ചില വിഷ്വൽസ് ഓടി വരും. കുളിക്കുന്നത്, അല്ലെങ്കിൽ അരുവി, അതിൽ പിന്നെ ഫ്രണ്ട്സും ഒത്തുചേർന്ന്. സത്യമായിട്ട് ഞാൻ വിഷ്വല് കാണാണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ തന്നെയായിരുന്നു. അതായത് ആ ഒരു വിഷ്വലിൽ ഉണ്ടാകാവുന്ന എന്തെല്ലാം വേണമോ ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ടുള്ള നോട്ടിനെസ്, അതെല്ലാം ആ സോങ്ങിലും ഉണ്ട്. അപ്പോൾ അത് ഒരു ഭയങ്കര നാടൻ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു പാട്ടാണ്. വിഷ്വലും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ സങ്കല്പിച്ചാലും അത് തന്നെയായിരിക്കും. മഞ്ഞിൻ തേരേറി കുളിരിന് കുളിരിന് തെയ്യം തിറയാ